ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു പ്രൊഫസർ ഹോനെ തോൽപ്പിച്ച് ബാഡ്ജൊക്കെ കൈക്കലാക്കി വീണ്ടും ഗ്രൂപ്പ് ലീഡർ സ്ഥാനം തിരിച്ചു പിടിച്ച യോവൂണിനെ. അപ്പോൾ ഇനി ആ ഗ്രൂപ്പ് ലീഡർ സ്ഥാനം വെച്ച് യോവൂൺ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവർ കാണിക്കും, എന്നാലുള്ളൂ നമുക്ക് പെട്ടെന്ന് 1K അടിക്കാൻ പറ്റുക. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം അടുത്തെത്തിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് 1K അടിക്കുക. ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. യോബോം, നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും വിഷമിപ്പിച്ചതിന് സോറി. അതൊന്നും കുഴപ്പമില്ല മൈ ലോഡ്. യോവൂൺ ബേക്കിയോ? അവനെന്താ ഇനി എൻ്റെ അടുത്ത് വേണ്ട? എന്താ ഇവൻ സംസാരിക്കാൻ അത്ര മടിക്കണ? എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യമാണോ അത്? പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ബേക്കി യോവൂണിൻ്റെ മുന്നിൽ പെട്ടെന്ന് മുട്ട കുത്തി നിൽക്കണതാ. ഇത് കണ്ടിട്ടാണെങ്കിൽ യോവൂണും യോബോവും ഒക്കെ അന്തം വിട്ട് നിൽക്കുക. നീ എന്താ ചെയ്യണ? താങ്ക് യു ഫോർ എവരിതിങ്. താങ്ക് യു ലോഡ് യോവൂൺ ചിയോൺ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ പോയിസൺ സെക്ടറിൻ്റെ പോയിസണിന് ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. നിങ്ങളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. എന്ത്? പോയിസൺ സെക്ടർ സ്റ്റുഡൻറ്റ് 18നെ പോയിസൺഡ് ആക്കിയെന്നോ? അവൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഡിറ്റൻഷൻ സെൻറ്ററിൽ നിങ്ങൾ കിട്ടിയ പണിഷ്മെൻറ്റൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ബെഗ്ഗി എന്ന ഞാൻ ശരിക്കും നിങ്ങളെ... ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? അല്ല, സ്റ്റുഡൻറ്റ്സ് അവനിതൊക്കെ ചെയ്തത് സ്റ്റുഡൻറ്റ് 18ന് വേണ്ടിയിട്ടാണോ? ഇവനെന്തിനാ മുട്ടുകുത്തി നിന്ന് ഇതൊക്കെ പറയണേ? എന്തിനാ അവർ ഇവനോട് ഇതൊക്കെ ചെയ്തത്? ബെഗ്ഗി എന്ന ഞാൻ എൻ്റെ ലോയാലിറ്റി നിങ്ങൾക്ക് തരുന്നു ലോഡ് യോവൂൺ ചിയോൺ. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ബെഗ്ഗി ഇത്രയും നേരം നിന്ന് ഇവിടെ ഇതൊക്കെ ചെയ്തത്? എന്നു മുതലാ സ്റ്റുഡൻറ്റ് 18 സ്റ്റുഡൻറ്റ് 7ൻ്റെ ഫോളോവറായി മാറിയത്? അപ്പോൾ യോവൂൺ ഇതൊക്കെ ചെയ്തത് അവൻ്റെ ഫോളോവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അവൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്ത്? ഗുഡ് ജോബ് ബെഗ്ഗി, ശരിക്കും നീ നന്നായിട്ട് അഭിനയിച്ചു. ഞാൻ ഇനി ഒരിക്കലും നിൻ്റെ ഒന്നും ഐഡിയാസ് കേൾക്കില്ലടാ. നിങ്ങൾക്കിത് ഉറപ്പാണോ? എന്ത്? എനിക്കിത് നാണക്കേടാണെന്ന് നീ കരുതുന്നുണ്ടോ? ഇത് അവൻ സ്വന്തമായിട്ട് നേടിയത് തന്നെയാണ്. അവൻ ശരിക്കും ഒരു അമേസിങ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ തന്നെയാണ്. പക്ഷേ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയണില്ല ഇതുപോലത്തെ ഒരു ഷോർട്ട് ടെക്നിക്ക് അവൻ മാസ്റ്റർ ചെയ്തു എന്നുള്ള കാര്യം. സിയോ മാങ്ങാണ് അവനെ അതും പഠിപ്പിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സാർ? നല്ല ചോദ്യം. അദ്ദേഹം ഒരു ജനസിസ് മാസ്റ്റർ അല്ലേ? അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ബ്ലേഡ് ടെക്നിക്കിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് തെളിയിച്ചത്. പിന്നെ എന്തിനാ അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ ഷോർട്ട് ടെക്നിക്ക് പഠിപ്പിച്ച്? നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നില്ലേ സാർ? നീ പൊയ്ക്കോ, ഞാൻ കുറച്ച് ഫ്രഷ് എയർ കൊള്ളാൻ പോവുക. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് പ്രൊഫസർ ഹോ ഏറ്റവും മേലേക്ക് ചെന്നേക്ക് അവിടെ സർ ലീ നിൽക്കണതാ. സാർ, ഓ നിങ്ങളെത്തിയോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടില്ലേ, പ്രൊഫസർ ഹോ യോവൂണിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റക്കായിട്ട് പിന്നെ പവർ റിലീസ് ചെയ്യുന്നത്. ആ ടൈമിൽ സർ ലീ അദ്ദേഹത്തിന് ഡിസ്റ്റൻറ്റ് വിസ്പറിലൂടെ ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നു, മതി ഇനി നിർത്തുക പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻറ്റ് വിസ്പറിങ്ങിലൂടെ എന്നോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇതുപോലത്തെ ഒരു ഷോർട്ട് ടെക്നിക്കിന് എഗെയിൻസ്റ്റായി നിൽക്കുമ്പോൾ ആരായാലും ഇത് തന്നെ ചെയ്യുക. ഞാൻ പണ്ടൊക്കെ റൈറ്റസ് ഫാക്ഷനും ഈവിൽ ഫാക്ഷനും ഒക്കെ എതിരായിട്ട് 100 കണക്കിന് ബാറ്റിൽസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിരവധി ബാറ്റിൽസ് ഞാൻ ചെയ്തിട്ടുള്ളത് പാട്രിയോർക്കിൻ്റെ ഒപ്പം നിന്നിട്ട് തന്നെ. ഡെപ്യൂട്ടി എന്ന നിലക്കും റോയൽ ബോഡി ഗാർഡ് എന്ന നിലക്കും പാട്രിയാർക്കിനെ ഡെയിലി കാണുന്ന ആളാണ് നിങ്ങൾ. എനിക്കുറപ്പുണ്ട് എന്നെക്കാളിലും കൂടുതൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാമെന്നുള്ള കാര്യം. യോവൂൺ യൂസ് ചെയ്ത ഷോർട്ട് ടെക്നിക്ക് ഞാനത് കണ്ടത് കറക്റ്റായിട്ടാണെങ്കിൽ അത് ശരിക്കും പാട്രിയോർക്ക് ചെയ്യുന്ന ഡിമോണിക് ലോഡിൻ്റെ സ്വാഡ് ആർട്ടിന് സിമിലറായിട്ട് തന്നെ ഉണ്ട്. അല്ല, ശരിക്കും പറഞ്ഞാൽ അത് അതിനേക്കാളിലും ഭയങ്കര വയലൻ്റ് ആയിരുന്നു. ഡിമോണിക് കൾട്ടിൻ്റെ ഫൗണ്ടറായ ഡിമോണിക് ലോഡാണ് ഈ അൾട്ടിമേറ്റ് സ്വാഡ് ആർട്ട് ഉണ്ടാക്കിയത്. ഈ ടെക്നിക്കാണെങ്കിൽ പാട്രിയാർക്സിന് മാത്രമായിട്ടാണ് കൊടുത്തിരുന്നത്. നമ്മുടെ ഡിമോണിക് ലോഡിൻ്റെ കാലത്ത് ഏറ്റവും വലിയ വാരിയർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കാണ് ഗ്രേറ്റസ്റ്റ് മാർഷ്യൽ ആർട്സ് മാസ്റ്റർമാരെയൊക്കെ റൂൾ ചെയ്തിരുന്നത്, അതും ഈ സ്വാഡ് ആർട്ട് മാത്രം ഉപയോഗിച്ച്. ഒറ്റ നോട്ടത്തിലത് കണ്ടപ്പോൾ
ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടിന് സിമിലർ ആയിട്ട് തന്നെ തോന്നി. പക്ഷേ ഇതാണെങ്കിൽ മറ്റേതിനേക്കാളും ഭയങ്കര പവർഫുള്ളാണ്. ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടാണ് നമ്മുടെ പാട്രിയാർക്കിനെ ഡിഫൈൻ ചെയ്യണത്. പക്ഷേ അവനാണെങ്കിൽ ഇതിനെ മറികടക്കുന്ന രീതിക്കുള്ളൊരു ടെക്നിക്കിനെ മാസ്റ്റർ ചെയ്തോ? എങ്ങനെ? ചിലപ്പോൾ അവനത് ആ സഫയർ ഗ്രേവ് സ്റ്റോൺ എന്നാണോ പഠിച്ചിട്ടുണ്ടാവുക? പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ സ്വാഡ് മാർക്ക് ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി നശിപ്പിച്ച് വെച്ച് കാണുമല്ലോ. ഞാൻ തന്നെ കുറേ പ്രാവശ്യം അത് നോക്കിയിട്ടുണ്ട്, എന്നിട്ടും എനിക്കതൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അവനെങ്ങനെ? സാർ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ടെക്നിക്ക് സഫയർ സ്റ്റോ പ്രൊഫസർ ഹോ? ഈ കാര്യം തൽക്കാലത്തിന് നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടാളും ഇവിടെ സെയിം പേജിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് ചെയ്യാം. ഇപ്പോഴത്തിന് അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ലോർഡ് യോവോൺ ചിയോൺ, നിങ്ങളുടെ സ്വന്തം ഫോളോവറിന് വേണ്ടി ഇത്രത്തോളം സാക്രിഫൈസ് ചെയ്തു എന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. ജെൻഡറും സെക്റ്റും ഒന്നും നോക്കാതെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. എന്നെ നിങ്ങളെ ഫോളോവറായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതം തന്നെ അങ്ങേക്ക് സമർപ്പിക്കുകയാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യണു. ഇത് സംഗ്വാഹോ എക്സ് ക്ലാനത്തെ മെമ്പറാ. ഓളെ കണ്ടപ്പോഴത്തേനാണെങ്കിൽ വാങ്ഹ്യൂല് ആകെ നാണം വന്ന് നിൽക്കുക. ഇവനെന്തിനാ ഇപ്പം ബ്ലഷായി നിൽക്കണത്? ഞാനുണ്ട്. എൻ്റെ മാർഷൽ ആർട്സ് സ്കില്ലൊക്കെ കുറവാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലോയാലിറ്റി ഓഫർ ചെയ്യണു. സ്കില്ലൊക്കെ എപ്പോൾ വേണേലും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനേക്കാളിലൊക്കെ മേലെ നിങ്ങളെൻ്റെ ഫോളോവർ ആവാൻ വേണ്ടി താല്പര്യം കാണിച്ചതിന് നന്ദി. വെൽക്കം ടു ദി ഗ്രൂപ്പ്. ഞാൻ ഗൂഗ് ജിൻ, ദ എൽഡസ്റ്റ് സൺ ഓഫ് ദി ജിൻ ഫാമിലി. എൻ്റെ ലോയാലിറ്റി ഞാൻ ലോർഡ് യോവോൺ ചിയോണിന് സമർപ്പിക്കുന്നു. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓ, ഇവൻ കുറച്ച് ഓവറാണല്ലോ. കണ്ടിട്ട് ഇയോബോങ്ങിനെ പോലെ മറ്റൊരുത്തനെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഈ ഗ്രൂപ്പിനോട് മറ്റുള്ളവർക്കൊരു ഇൻട്രസ്റ്റ് കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇപ്പോഴും 3 ആൾക്കാരുടെ കുറവുണ്ട്. അറ്റ്ലീസ്റ്റ് ലോർഡ് യോവോൻ്റെ കയ്യിൽ ഇപ്പോൾ യെല്ലോ ബാഡ്ജ് ഉണ്ടല്ലോ. ഇനി കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ സ്ലോട്ടൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. എൻ്റെ മറ്റുള്ള ഫോളോവേഴ്സൊക്കെ എവിടെ? മൈലോഡ്, തൽക്കാലത്തിന് നമുക്ക് വേറെ എവിടേക്കെങ്കിലും ഒന്ന് മാറാം. പിന്നെ നോക്കുമ്പോൾ യോവോണും അവൻ്റെ മെമ്പേഴ്സൊക്കെ ആ ഫോറസ്റ്റിൽ നിൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നത്. ഓ, അപ്പം അങ്ങനെയാണല്ലേ. ഉങ്ചിയോണും ഡാമിയോങ്ങും പോയി. മാച്ചിൽ ഉമിൻ, നിങ്ങൾ മറ്റുള്ളവരെ റിക്രൂട്ട് ചെയ്യാൻ എടുത്ത എഫേർട്ടിന് താങ്ക് യു. ഏയ്, നിങ്ങൾ സേഫായിട്ട് തിരിച്ചെത്തിയതിൽ ഞങ്ങൾ താങ്ക്ഫുള്ളാണ്. അവരെ രണ്ടുപേരും മാറ്റി നിർത്തിയാലും ഓജോങ്ങിനെ ഇവിടെ എവിടെയും കാണാനല്ലോ. എവിടെ അവൻ? എന്താ അവന് സംഭവിച്ച്? പറ എന്നോട്. അങ്ങനെ അവസാനം ഓജോങ് ഇൻഫർമറിയിലായി. ഓ, അപ്പം അത് ഇൽമിയോങ് ആണല്ലേ. അവനിപ്പോഴും പഴയ പോലെ തന്നെ വീഷ്യസ് ആണെന്ന് തോന്നുന്നു. യോവോണിന് ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. അവന് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവന് കൂളായിട്ട് നിൽക്കാനും ലോജിക്കലി തിങ്ക് ചെയ്യാനൊക്കെ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവനിനി എന്തായാലും അവൻ്റെ പഴയ റെക്ലെസ് സ്വഭാവം ഒന്നും പുറത്തെടുക്കില്ല എന്ന് തോന്നുന്നുണ്ട്. മൈലോഡ്, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് അക്കാഡമിയുടെ തീരുമാനമാണ്. യെല്ലോ ബാഡ്ജിന് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചീപ്പ് അറ്റാക്ക് നടത്തിയതിന് അവനൊരിക്കലും കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ ഇത് കണ്ടിട്ട് എൻ്റെ മറ്റുള്ള ഫോളോവേഴ്സിനൊന്നും അവനോട് പൊറുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനല്ലേ ഈ തീ കത്തിച്ചു തുടങ്ങിയത്. ഇനി അത് തിരിച്ചു കൊടുക്കേണ്ട സമയമാണ്. ഓക്കെ, അവൻ അത്രത്തോളം മാറിയിട്ടില്ല എന്നല്ല ഇപ്പോൾ മനസ്സിലായി. യങ്ലോഡ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇൽമിയോങ്ങിനെ പ്രൊവോക്ക് ചെയ്തു ബേക്കിയുടെ യെല്ലോ ബാഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓ, അപ്പോൾ നീയാണല്ലേ ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ? ഞാൻ വിചാരിച്ചു അത് പിയോങ് ആയിരിക്കുന്നു. എന്താ അവൻ്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ? പിയോങ് ഹാക്ബു. യങ്ലോഡ്, അവനിപ്പോൾ സീരിയസ് ആയിട്ട് ഇൻറ്റേർണൽ ഇഞ്ചുറീസ് പറ്റുകൊണ്ട് ഇൻഫർമറിയിലാണ്. പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ്. ആ, അറിയാം. നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞ ഡീൽ ചെയ്യാൻ പോവുക. പക്ഷേ നിനക്കറിയോ, നമ്മളുടെ ഡീല് ഇപ്പോഴും ഫുള്ളായിട്ടില്ല. നിങ്ങളെന്താ ഉദ്ദേശിക്കണത്? ആ ഡീല് ബേക്കിനെ എൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ബേക്കിനെ ഇവിടെ എവിടെയും കാണാമല്ലോ എനിക്ക്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞു വരുന്നത്? ഏയ്, കൂടുതലായിട്ടൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ബേക്കി എൻ്റെ സൈഡിൽ ജോയിൻ ചെയ്യണമായിരുന്നു. ഈ ജെർക്ക് അതെങ്ങനെ ഉണ്ടാവുമെന്ന് നിനക്കറിയാം.
ട്രൂ പെയിന് കിട്ടുന്നത് വരെ റിയൽ പ്ലഷർ കിട്ടുകയില്ല. ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച്. നിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുത്തനും ഗ്രൂപ്പ് ലീഡർ ആവാൻ ഫിറ്റായിട്ടുള്ള ആളല്ലല്ലോ. നീ എന്താ പറഞ്ഞ്? ഏയ് യോംപാ. യെസ് യങ് ലോഡ്, ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരാം. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? നീ നിൻ്റെ ആൾക്കാരെയും കൂട്ടിപ്പോയി ബേക്കിനെ ഡീൽ ചെയ്യേ. ആക്ച്വലി യോവോണിൻ്റെ ഗ്രൂപ്പിനെ മൊത്തത്തിലൊന്ന് ഡീൽ ചെയ്യേ. എന്നിട്ട് അവൻ്റെ യെല്ലോ ബാഡ്ജി എടുത്തുകൊണ്ട് പോവാ. എനിക്കുറപ്പാ നിനക്കറിയാം അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ലാസ്റ്റ് ടൈം നീ ചെയ്ത ഫോളിഷൊന്നും ഇപ്രാവശ്യം ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. നിനക്ക് അവൻ്റെ യെല്ലോ ബാഡ്ജ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവന്മാരെയൊക്കെ കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എൻ്റെ അണ്ടറിൽ വെക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സെറ്റ് ഗ്രൂപ്പ് ലീഡറിനെ തന്നെ ലഭിക്കും. ഇത് എല്ലാവർക്കും ഉള്ളൊരു വിന്നാണ്, നീ പറഞ്ഞ പോലെ തന്നെ. ഓ, അപ്പോൾ അവന് ഞങ്ങളും അവൻ്റെ മിനിയോൺസായി മാറണം. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഇൽമിയോങ്ങിൻ്റെ ഗ്രൂപ്പ് ട്രെയിൻ ചെയ്യണ സ്ഥലമാണ്. നീയല്ലേ ഗ്രൂപ്പ് 6 ലീഡറായ ഇൽമിയോങ് ഹ? ഞാൻ സ്റ്റുഡൻറ്റ് 200 യോംപ. അവൻ്റെ ബേക്കിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ ഇന്നലെ ബേക്കിനെ പിടിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത്. എന്താ നിനക്ക് വേണ്ടത്? ഞാൻ നേരെ കാര്യത്തിലോട്ട് കിടക്കാം. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്ക് 3rd എക്സാമിനേഷൻ പാസ്സാകാൻ വേണ്ടി ഒരു യെല്ലോ ബാഡ്ജ് വേണം. ഓ, അങ്ങനെയാണല്ലേ. എനിക്കൊന്നും കിട്ടാത്ത കാര്യത്തിന് ഞാൻ എന്തിനാണ് നിന്നെ സഹായിക്കണേ? ഞാൻ ട്രെയിനിങ് ചെയ്യുമ്പോൾ എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ഗെറ്റ് ലോസ്റ്റ്. പക്ഷേ ഞാൻ യോവോൺ ചിയോൻ്റെ ഗ്രൂപ്പിൻ്റെ യെല്ലോ ബാഡ്ജിൻ്റെ പുറകെയാണ് പോണതെന്ന് പറഞ്ഞാൽ നീ എന്താ ചെയ്യുക? യോവൂണോ? ഇപ്പോൾ അവൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ആ യോവൂണുമായിട്ട് എനിക്ക് കുറച്ച് ബിസിനസ് തീർക്കാനുണ്ട്. അവൻ കാരണമായിട്ട് എനിക്ക് കുറച്ച് ടഫ് ടൈംസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവൻ്റെ ഗ്രൂപ്പിൻ്റെ യെല്ലോ ബാഡ്ജ് എടുത്താൽ അവൻ്റെ ഗ്രൂപ്പിന് വേറെ വഴിയില്ലാതെ ഡിസ്ബാൻഡായി പോവും. 2 പ്രാവശ്യമൊക്കെ ഡിസ്ബാൻഡായിപ്പോയ ഗ്രൂപ്പിനെ പിന്നെ ആര് വന്ന് സെർവ് ചെയ്യാനാ? അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും 3rd എക്സാമിനേഷൻ തോൽക്കും. എനിക്കാണെങ്കിൽ ഞാൻ ഇന്നലെ തുടങ്ങി വെച്ചത് തീർക്കണമെന്നുണ്ട്. പക്ഷേ ഇവനാണെങ്കിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും സ്ട്രോങ്ങറാണല്ലോ. ചിലപ്പോൾ അവനെ താഴെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് വേണ്ടി വരും. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ വരാം. എനിക്കുറപ്പാണ് ഇതിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് അടിക്കൂല. അപ്പോൾ നമ്മളെപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്യാൻ പോണത്? ഇപ്പം തന്നെ. നീ ചിന്തിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് യോവൂണും അവൻ്റെ മെമ്പേഴ്സൊക്കെ ഫോറസ്റ്റിൽ ഇങ്ങനെ ഇരിക്കണ്ട. ഹേയ് യു ലിറ്റിൽ റാറ്റ്സ്. നോക്കുമ്പോൾ ഇൽമിയോങ്ങും യോംപേമ്പാടെ ഒരു പട ആൾക്കാരുമായിട്ട് യോവൂണിൻ്റെ അടുത്തേക്ക് വന്നേക്കുക. നിന്നെപ്പോലെ റാറ്റായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ മൗണ്ടെയ്ൻസിൽ വന്ന് ഒളിക്കാൻ നല്ല കഴിവാണല്ലേ. പെർഫെക്റ്റ്. ഞാൻ എന്തായാലും നിന്നെ നോക്കി നടക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും എൻ്റെ ആ യാത്ര നീ ഒഴിവാക്കി തന്നു. നീ എന്താടാ ചിരിക്കണ്? നിനക്ക് കാണില്ലേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത്? നീ എന്താടാ മണ്ടനാണോ? എനിക്ക് തോന്നുന്നു നിനക്കാണ് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവാത്തത്. നീ എന്താ പറഞ്ഞേ? ഇതൊരു ഒഫീഷ്യൽ വാർണിംഗ് ആണ്. നിങ്ങളെല്ലാവരുടെയും വുഡൻ സോഡ്സ് ഡ്രോപ്പ് ചെയ്യുക. നോക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ അവർക്ക് നേരെ തന്നെ തിരിഞ്ഞു. ഇവിടെ എന്താ സംഭവിക്കണത്? ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി നിന്നോടൊന്ന് ചോദിക്കാം, ഇവിടെ ആരാ ശരിക്കും മണ്ടൻ? പിന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു 4 മണിക്കൂറിന് മുന്നുള്ള സംഭവമാണ്. യുയോങ് ഹാക്ക്, നീ ഒറ്റയ്ക്ക് പോണിന് ഓക്കെ ആണോ? എനിക്ക് വേറെ ചോയ്സ് ഇല്ല, എന്നോട് ഒറ്റയ്ക്ക് വരാനാണ് പറഞ്ഞ്. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിനൊരു ബാഡ് ഫീലിംഗ് ആണ് തോന്നുന്നത്. ഒരു യെല്ലോ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ 20 പേർക്കുമായിട്ട് ഒരു യെല്ലോ ബാഡ്ജ് പോരല്ലോ. അത് നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കും. നമുക്ക് ഈ അക്കാഡമിയിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണോ മേലെത്താൻ കഴിയുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. അത് ഡേർട്ടി ട്രിക്സ് ആണെങ്കിൽ പോലും. നമ്മൾ വീക്കർ ആയതുകൊണ്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ നമ്മൾ തീരും. പക്ഷേ നമ്മുടെ മുന്നത്തെ ഗ്രൂപ്പ് ലീഡറിനെ ഒരു ബാർഗൈനിങ് ചിപ്പായി യൂസ് ചെയ്യണത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. എന്തായാലും ചെയ്തത് ചെയ്തു. ഇനി ഗ്രൂപ്പിനെ കുറിച്ച് ആലോചിച്ച് നീ വെറി ചെയ്യണ്ട. ഞാൻ ഗ്രൂപ്പ് ലീഡറായി മാറിയാൽ നിനക്ക് എന്തായാലും അതിലൊരു സ്പോട്ട് ഉണ്ടാവും. വെയിറ്റ്, നീ എന്താ ഇവിടെ ചെയ്യണേ? നീ എന്താ ഇത്ര പേടിച്ചിരിക്കണ്? യോവൂണും അവൻ്റെ ഫോളോവേഴ്സ് എല്ലാവരും പാടെയാണ് അവരുടെ ഫ്രണ്ടിക്ക് വന്നത്. നിൻ്റെ ഇടയിൽ നീ എന്നെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? ബേക്കി, നീ ഇന്നലത്തേന് പകരമായിട്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയാണോ ഇവിടെ വന്നത്?
ഇന്നലത്തെ ആ ചീപ്പ് അറ്റാക്കിൽ കഴിഞ്ഞതിന് ശേഷം നീ വിചാരിച്ചോ നിന്നെ ഞങ്ങളങ്ങോട്ട് ഫ്രീ ആയിട്ട് അഴിച്ചു വിടുന്നു? ബേക്കി മാത്രം പോരെ, ഇപ്പം അവന് യോഗോണ്ടിയും പിന്നാലെയാണെന്ന് തോന്നുന്നു. ഞാൻ കേട്ടത് നമ്മളെങ്ങാനും യോഗോണ്ടൊപ്പം കളിച്ച നമ്മളുടെ ലോവർ അബ്ഡോമിനും അവൻ കംപ്ലീറ്റ്ലി നശിപ്പിക്കുന്ന. അവനെ അപ്സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ലാസ്റ്റ് കാര്യമാണ്. നിനക്കറിയോ യോഗോൺ എത്ര സ്റ്റുഡൻസിനാണ് ഇൻഫർമറിയിലേക്ക് അയച്ചതെന്നുള്ളത്? യു ബോൺ ഹെഡ്സ്, ഈ ഫൂൾസിനേക്കാട്ടിലും ഉണ്ട് നമ്മളെണ്ണം. കണ്ടിട്ട് നീയാണിപ്പോൾ ഇവിടെ ശരിക്കും ബോൺ ഹെഡായിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എവിടുന്നാടാ ധൈര്യം വന്ന്? എന്ത് നോക്കുമ്പോൾ യോഗോൺ ഒറ്റയടിക്ക് പാഞ്ഞു വന്നു അവൻ്റെ കയ്യണ്ട് പിടിച്ച് അടിക്കാൻ ഓങ്ങി. യോഗോൺ അവൻ്റെ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, കൺട്രോൾ യുവർ പവർ, കൺട്രോൾ യുവർ പവർ. പക്ഷേ അവൻ്റെ വാറ്റക്ക് ഒറ്റ കിട്ടി, ചോരണ്ട് ഛർദ്ദിച്ചു. എന്നിട്ട് തെറിച്ചണ്ട് പോകണ്ടവന് മറ്റുള്ളവരുടെ ആ സ്റ്റുഡൻസിൻ്റെ മേലെ കൂടെ. ഇത് കണ്ടിട്ട് ഓൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സ്റ്റുഡൻസും ഞെട്ടിപ്പോയി. ഓ വേണ്ടെന്ന് വെച്ചിട്ടും ഇത് ഇത്രത്തോളം സ്ട്രോങ്ങറായി മാറിയോ എന്ന രീതിക്കാണ് യോഗോൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും യോഗോണ് ഓൻ്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പകരം വീട്ടിൽ ഇറങ്ങി തുടങ്ങിയിരിക്കണു. അപ്പോൾ ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി അടുത്തത് ആ ഇൽമിയങ്ഹാൻ്റെ കാര്യമാണ്. പിന്നെ നമ്മളെ സൈബർ സെക്ടറത്തെ യൂജാൻ ചിയോണിനെ വെറുതെ വിടൂല. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓനാണെന്നുള്ള കാര്യം യോഗോണിന് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.